നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതിവേഗം നടന്നെടുക്കുകയാണ് കേരളം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഒല്ലൂർ നിയോജക മണ്ഡലം MLA, സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ കെ രാജനാണ്. സ്വാഗതം. നമസ്കാരം. 10 വർഷത്തെ ഒരു കാലഘട്ടം പൂർത്തീകരിക്കുകയാണ്. ഒരുപാട് വികസന മാതൃകകൾ സൃഷ്ടിക്കാൻ റവന്യൂ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ഒരുപാട് പ്രാദേശിക വികസന മാതൃക, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന തന്നെ അത്തരം ഒരു വികസന മാതൃകയിലാണെന്ന് തോന്നുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ഇതൊരു കച്ചിത്തോട് ഡാം എന്ന പേരില്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു കൊച്ചു കൽവർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്ഥലം ഞാൻ MLA ആദ്യഘട്ടത്തിൽ വന്ന് കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു ഡാം എന്ന പേരിൽ തന്നെ ഇത് വികസിപ്പിക്കാൻ പറ്റുമോ എന്ന ആലോചന നടത്തി. അന്ന് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് MLA മാർക്ക് കൊടുക്കാവുന്ന വികസന ഫണ്ടിൽ 5 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. അപ്പോൾ 5 കോടി രൂപ മാറ്റിവെച്ച് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതൊരു പാലം പോലെ ഈ ഡാമിൻ്റെ പ്രദേശം മാത്രം മതിയോ? അത് പറ്റില്ല. ഇതിൻ്റെ ടൂറിസ്റ്റ് സാധ്യതകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് എടുക്കേണ്ടത്. ഈ വെള്ളാനിമല, അവിടെ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായിട്ടും സംഭരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇവിടെ നല്ല ശ്രദ്ധേയമായിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്, വാരിക്കുളം കുടിവെള്ള പദ്ധതി. ആ പദ്ധതിക്ക് ഉപയോഗിക്കാനും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും പറ്റുന്ന വിധത്തിലൊരു സംവിധാനമാക്കണം എന്ന് നമ്മൾ ആലോചിച്ചു. അങ്ങനെയാണ് ഈ കച്ചിത്തോട് ഡാമിലെ കയ്യേറ്റങ്ങളൊക്കെ ഒഴിവാക്കി സർവേ നടത്തി പരമാവധി ഭംഗിയോടെ ആളുകൾക്കെല്ലാം നടക്കാവുന്ന പരുവത്തിൽ 5 കോടി രൂപയുടെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഇടമായി ഇത് മാറിയത്. അത്തരം മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് വരാം. അതിനു മുമ്പ് സംസ്ഥാന റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മിനിസ്റ്ററിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. വലിയൊരു അതിജീവനത്തിൻ്റെ കഥയാണ് അവിടെ നിന്ന് നമുക്ക് ലോകത്തിന് പകർന്നു നൽകാൻ കഴിഞ്ഞത്. അത്തരം അതിജീവന പാഠം തന്നെയാണോ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു മുഖമുദ്ര? ഈ സർക്കാരിൻ്റെ അതിജീവന പാഠം വളരെ ബൃഹത്തരമാണ്. കോവിഡും പ്രളയങ്ങളും ചൂരൽമലയും നേരത്തെ നമ്മൾ കണ്ട കുട്ടിക്കലും കൊക്കയാറും ഇങ്ങനെ പല വിധത്തിലുള്ള ദുരന്തങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴും പതറാതെ ഇച്ഛാശക്തിയോടെ ഒരു ജനതയെ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ കർത്തവ്യം നിർവഹിക്കാനായി എന്ന ആത്മവിശ്വാസമുണ്ട്. ചൂരൽമലയിൽ തന്നെ നമുക്ക് അവിടെ 298 പേർ മരണപ്പെട്ടൊരു ഭൂമിയാണത്. പുന്നപ്പുഴയുടെ തീരത്തുള്ള ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് ചേറിൽ താഴ്ന്നും പുഴയിലൊഴുകിയും കടലിനോട് ചേർന്നും കണ്ണെത്താത്ത ദൂരങ്ങളിലേക്ക് നഷ്ടപ്പെട്ടും ഉറവിടങ്ങളിൽ തന്നെ താഴ്ന്നു പോയും ഒക്കെ മനുഷ്യരിങ്ങനെ ഇല്ലാതായി പോയ ഒരു സ്ഥലം. അവിടെ വേണമെങ്കിൽ സർക്കാരിന് ലഭ്യമായ പണം വീതം വെച്ച് കൊടുത്ത് ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അങ്ങനെ കൊടുത്താൽ നേരത്തെ നമ്മൾ സുനാമി ദുരന്തത്തിൽ പലയിടങ്ങളിലും അനുഭവിച്ചതുപോലെ സമൂഹത്തിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് പലായനം ചെയ്ത് ഭൂമിയുടെ ഏതെങ്കിലും ഒരിടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരാകുമായിരുന്നു. അവർ പറഞ്ഞ കാര്യം, ഞങ്ങൾ പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലേക്ക് വന്നവരാണ്, ഇനിയൊരു പലായനം സാധ്യമല്ല. ഞങ്ങളിൽ പലരെയും ദൈവം പിരിച്ചെടുത്തു, ഇനി ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒരുമിച്ച് താമസിക്കണം. അപ്പോൾ കേരളത്തിൻ്റെ മുമ്പിൽ പുനരധിവാസത്തിൻ്റെ ഒരു നഗര മാതൃകയില്ല, ഒരു ആർക്കൈവ്സുകളും കാണാനില്ല, ലോകത്ത് ഒരിടത്തും തപ്പിയിട്ട് കിട്ടുന്നില്ല. രണ്ടും കൽപ്പിച്ച് ഇച്ഛാശക്തിയോടെ ഗവൺമെൻറ് തീരുമാനിക്കുകയായിരുന്നു. ശിഷ്ടജീവിതം മുഴുവൻ ഒറ്റ പ്രദേശത്തിന് താഴെ ക്രമീകരിക്കാൻ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് ഒരു ഇടമുണ്ടാക്കുക. വലിയ നിയമവ്യവഹാരങ്ങൾ നടന്നു, കഠിനമായിട്ടുള്ള പണികൾ നടന്നു. പുഞ്ചിരിമുറ്റത്ത് 1750 അടി മുകളിൽ പൊട്ടിയ ഒറ്റ ഉരുളിലാണ് ഈ നഷ്ടങ്ങളെല്ലാം ഉണ്ടായത്. പക്ഷേ നഷ്ടപ്പെട്ടവരുടെ ബാക്കി പുഞ്ചിരിയോടെ ഒരു മുറ്റത്തേക്ക് വന്ന് നിൽക്കാൻ പറ്റിയ അഭിമാനകരമായിട്ടുള്ളൊരു പുതിയ പുഞ്ചിരി മുറ്റം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഈ അതിജീവന പാതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ വളരെ സംതൃപ്തരാണ്. കാരണം അവരോട് പലരും പല തെറ്റിദ്ധാരണകൾ നടത്തി. ഇത് കിട്ടില്ലെന്ന് പറഞ്ഞു, കല്ലിട്ടവർ പോകുമെന്ന് പറഞ്ഞു, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. നേരത്തെയുള്ള ദുരന്ത നിവാരണ ഘട്ടത്തിലെ പല ഉദാഹരണങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവരെ പേടിപ്പിച്ചിരുന്നു. ഇപ്പോൾ അവർ ആശങ്കകളില്ലാതെ ദുഃഖം ഘനീഭവിച്ച മനസ്സ് നഷ്ടങ്ങളിലുണ്ടെങ്കിലും അവരിപ്പോൾ ജീവിതം സുഗമമായി തിരിച്ചു പിടിക്കാനായി എന്ന സന്തോഷത്തിലാണ്. അതുതന്നെയാണ് ആവേശവും ആശ്വാസവും. ഈ റവന്യൂ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഇപ്പം അങ്ങ് പ്രതിദാനം ചെയ്യുന്ന ഒല്ലൂർ മണ്ഡലത്തിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഉയർന്നു വന്നത് ഈ പട്ടയ പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് സ്വന്തം ഭൂമിയിൽ അവർക്ക് അതിനുള്ള അവകാശമില്ലാതെ പല വിധത്തിലുള്ള റവന്യൂ സേവനങ്ങൾ ലഭിക്കാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയ്ക്ക് സംസ്ഥാനത്ത് ഉടനീളം ആ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് ഒരു മുൻഗണന കൊടുത്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ 4,56,678 പട്ടയങ്ങൾ അല്ല, 4,56,000-ത്തിലധികം കുടുംബങ്ങളെ ഭൂമിയുടെ ഉടമകളാക്കുന്ന ശ്രദ്ധേയമായ പരിവർത്തനം.
അതിലേറ്റവും കൂടുതൽ 3 ലക്ഷത്തോളം പട്ടയങ്ങൾ 2.25 ലക്ഷത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തത് ഈ രണ്ടാം ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതിനൊരു പട്ടയ മിഷൻ തന്നെ കേരളത്തിൽ രൂപീകരിച്ചു. ഓരോ നിയോജക മണ്ഡലത്തിലും MLA-മാരുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പഞ്ചായത്ത് മെമ്പർ വരെ പങ്കെടുത്ത് അവരുടെ വാർഡിലെ ഭൂമിയില്ലാത്ത മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരു വേദി ഉണ്ടാക്കി. അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ തഹസിൽദാരിൽ കുറയാത്തൊരു നോഡൽ ഓഫീസർ വന്നു. ആ പ്രശ്നങ്ങൾ ഒരു പട്ടയ ഡാഷ്ബോർഡിലുണ്ടായി. 3 മാസത്തിലൊരിക്കൽ അദാലത്ത് മോഡിൽ അത് ഞങ്ങൾ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കി. അങ്ങനെ ഒരു മുന്നേറ്റം. ഈ മണ്ഡലത്തിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം മലയോര മേഖലയിലെ പട്ടയമായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് 2011-നും 2016-നും ഇടയിലുള്ള UDF കാലത്ത് ഈ നിയോജക മണ്ഡലത്തിൽ ആകെ കൊടുത്തത് 18 പട്ടയങ്ങളാണ്. മൊത്തം താലൂക്കിൽ കൊടുത്തത് 19 മലയോര പട്ടയങ്ങൾ മാത്രമാണ്. അതിലൊന്ന് കിള്ളന്നൂരിൽ. അത് കഴിച്ച് കിള്ളന്നൂർ നമ്മുടെ മണ്ഡലത്തിലല്ല, അത് കഴിച്ച് ബാക്കി വില്ലേജുകളിൽ ആകെ കൊടുത്തത് 18 പട്ടയങ്ങളാണ്. പക്ഷേ ഈ കാലയളവിൽ മാത്രം 2600-ലേറെ പട്ടയങ്ങൾ, 2700-ഓളം മലയോര പട്ടയങ്ങൾ. സാധാരണ പട്ടയം ഇവിടുത്തെ സർക്കാരിന് കൊടുക്കാം. മലയോര പട്ടയമാകുമ്പോൾ വലിയ നിബന്ധനകളാണ്. ജോയിൻറ്റ് വെരിഫിക്കേഷൻ വേണം, പ്രത്യേകമായി മാപ്പ് ഉണ്ടാക്കണം, ടോപ്പോ ഷീറ്റിലേക്ക് മാറ്റണം, പരിവേഷ് പോർട്ടലിൽപ്പെടുത്തി കേന്ദ്രത്തിന് അയക്കണം. കേന്ദ്രം അനുവദിച്ചു തന്നാലേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. 2700-ലേറെ പട്ടയങ്ങൾ ഇപ്പോൾ കൊടുത്തു. സ്റ്റേ പട്ടയങ്ങൾ അതിൻ്റെ സ്റ്റേ നീക്കുന്ന നടപടിയിലേക്ക് കടന്നു. ഇന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ തിരിച്ചയച്ച ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തിയെങ്കിലും കേന്ദ്രം തിരിച്ചയച്ച 4500-ഓളം അപേക്ഷകൾ പുതുക്കിയെടുത്ത് ലൊക്കേഷൻ സ്കെച്ച് ഉണ്ടാക്കി സർവേ വെച്ച് ഇപ്പോൾ അനുവദിക്കാവുന്ന പരുവത്തിൽ കേന്ദ്രത്തിന് അയച്ചു. അതിൽ 1472 പട്ടയ ഫയലുകളും ഈ ഒല്ലൂർ മണ്ഡലത്തിൽ നിന്നാണ്. മാത്രമല്ല 30 വർഷക്കാലമായി ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്താൻ അനുവാദമില്ല, പുതിയ അപേക്ഷയും പാടില്ല. 2023 ഫെബ്രുവരി 7-ാം തീയതി ഞാനും സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയും ചേർന്ന് കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്താനുള്ള അനുവാദം കേരളത്തിന് കിട്ടി. 30 കൊല്ലത്തിന് ശേഷമാണത്. ആ ജോയിൻറ്റ് വെരിഫിക്കേഷൻ ഇപ്പോൾ ആരംഭിച്ചു. നമ്മുടെ മണ്ഡലത്തിൽ പീച്ചി വില്ലേജിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ബാക്കി വില്ലേജുകളിലേക്ക് അത് പടരും. അപ്പോൾ നേരത്തെ 2700-ഓളം പട്ടയങ്ങൾ കൊടുത്തു. ഈ മണ്ഡലത്തിൽ തന്നെ 1472 പട്ടയങ്ങൾ അനുമതി ലഭിക്കാവുന്ന എല്ലാ നടപടികളുമായി കേന്ദ്രത്തിന് അയച്ചു. ജോയിൻറ്റ് വെരിഫിക്കേഷൻ പുതിയതായി ആരംഭിച്ചു. അതിൽ വരുന്ന 5000-ലേറെ അപേക്ഷകളാണ് ഇവിടെയുള്ളത്. ആ അപേക്ഷകൾ കൂടി നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് നേരത്തെയുള്ള മോഡലിൽ അയക്കാൻ പറ്റും. അതൊരു ഇച്ഛാശക്തിയാണ്. കേവലം നിയമങ്ങളും ചട്ടങ്ങളും മാത്രം കാണാതെ മലയോര മേഖലയിലെ മനുഷ്യൻ്റെ പട്ടയം കൊടുക്കുക, അവൻ അവകാശപ്പെട്ടതാണത്. അതിൽ വലിയ ആത്മസംതൃപ്തിയാണ് യഥാർത്ഥത്തിലുള്ളത്. നമ്മൾ റവന്യൂ വകുപ്പിൻ്റെ പൊതുവായ സേവനങ്ങളിൽ നിന്നും ഒല്ലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒല്ലൂര് കേരളത്തിന് മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ അടയാളപ്പെടുത്തിയ ഒരു വികസന പ്രവർത്തനം തീർച്ചയായിട്ടും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തന്നെയാണ്. ആ ഒരു യാത്ര അത് രാജേട്ടൻ ഒരുപാട് കാലം വിശദീകരിച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും എങ്ങനെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അത് കേരളത്തെ ഏഷ്യയിൽ തന്നെ അടയാളപ്പെടുത്തുന്നത്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ദീർഘമായ ഒരു കാലത്തിൻ്റെ നമ്മുടെ സ്വപ്നമായിരുന്നു. 3 പതിറ്റാണ്ടിലേറെ കാലം അതിനുവേണ്ടി അധ്വാനിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ധാരാളമായിട്ടുള്ള ജനപ്രതിനിധികളും മനുഷ്യരുണ്ടായിരുന്നു. പക്ഷേ അത് സാധ്യമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജോൺകോ ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പാർക്കാണത്. ഓസ്ട്രേലിയൻ സൂ ഡിസൈൻ. 360 ഏക്കറുണ്ട്. ഈ സ്ഥലത്ത് പൂർണ്ണമായിട്ടും ഒരു പാർക്ക് വരണമെങ്കിൽ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഞാൻ വരുമ്പോൾ അവിടെ മുളങ്കാടുകളും കശുമാവ് തോപ്പുകളും കൊണ്ട് നിറഞ്ഞ ഒന്നായിരുന്നു. 2019-ലാണ് നമ്മൾ മുളങ്കാടുകൾ റിമൂവ് ചെയ്ത് കശുമാവ് റിമൂവ് ചെയ്ത് പുതിയ പ്ലാന്റേഷനിലേക്ക് പോയത്. ഞാൻ പറഞ്ഞത് അന്ന് അനുവദിക്കപ്പെട്ട പണം ഒരു നേർരേഖ പോലെ ഇങ്ങനെ ഒരു ഉദാഹരണം മാത്രമായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ 371 കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട്. അതിൽ 40 കോടി ഒഴികെ ബാക്കി പൂർണ്ണമായിട്ട് നമുക്ക് ലഭ്യമായത് കിഫ്ബിയിലൂടെയാണ്. തോമസ് ഐസക്ക് 2017 അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ 2016-17 ബഡ്ജറ്റിൽ 300 കോടി രൂപ വിലയിരുത്തിക്കൊണ്ട് ആരംഭിച്ചതാണ് ആ പദ്ധതികൾ. പിന്നെ കഠിനമായ ഒരു പ്രയാസകാലമായിരുന്നു. മഹാപ്രളയങ്ങൾ രണ്ടും ഈ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ കാലത്താണ് വന്നത്. ദിവസങ്ങളോളം അതിൻ്റെ നടപടിക്രമങ്ങൾ വൈകി. പിന്നെ കോവിഡ് ഉണ്ടായത് ഈ കാലത്താണ്. പുറത്തുനിന്ന് വന്നവരാണ് പണിക്കാരെന്നുള്ളത് കൊണ്ട് ആളുകൾ വല്ലാതെ പേടിക്കുകയും അവരെ സംശയിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലം. മാത്രമല്ല 371 കോടി രൂപയ്ക്ക് റോഡോ ബിൽഡിങ്ങോ പണിയണമെങ്കിൽ കുറഞ്ഞ കാലം മതി. ഇത് വളരെ പ്രത്യേകമായിട്ടുള്ള ഡിസൈൻ വെച്ചുകൊണ്ട് ഓരോ പോയിന്റിലും ആ ഡിസൈൻ ശരിയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ വലിയ അർത്ഥത്തിൽ സമയം വേണ്ടി വരും. പക്ഷേ
ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് എന്ന് വലിപ്പം കൊണ്ടും അതിൻ്റെ സംവിധാനങ്ങൾ കൊണ്ടും മാറ്റാൻ പറ്റി. തൃശ്ശൂരിലെ മൃഗങ്ങളെ മാറ്റുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ സുവോളജിക്കൽ പാർക്കിൻ്റെ ലക്ഷ്യം. പക്ഷെ അത് കഴിഞ്ഞു. തൃശ്ശൂരിലെ മൃഗങ്ങളെ മാറ്റി. ഇനിയിപ്പോൾ കർണാടക, തമിഴ്നാട് ഗവൺമെൻറ്റുകളുമായി വനം വകുപ്പ് ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് മൃഗങ്ങൾ വരും. തിരുവനന്തപുരത്ത് നിന്നുള്ള മൃഗങ്ങൾ വന്നു. ഇവിടെ ഈ സുവോളജിക്കൽ പാർക്ക് ഒരു മൃഗശാലയല്ലാത്തതുകൊണ്ടും മൃഗശാല വകുപ്പിൻ്റെ കീഴിലല്ലാത്തതുകൊണ്ടും നമ്മുടെ കാടുകളിൽ നിന്ന് പിടിക്കപ്പെടുന്ന എല്ലാ വന്യ സ്വഭാവമുള്ള ജീവികളും നേരിട്ട് ഫോറസ്റ്റ് കൈമാറുന്നത് ഇപ്പോൾ സുവോളജിക്കൽ പാർക്കിലേക്കാണ്. അപ്പോൾ പരിശീലനം ലഭിച്ചിട്ടുള്ള മൃഗങ്ങളല്ല, അതിൻ്റെ യഥാർത്ഥ കാടിൻ്റെ വന്യത ബോധ്യപ്പെടാൻ പറ്റുന്ന മൃഗങ്ങൾ അവിടേക്കാണ് വരുന്നത്. 12 കോടി രൂപയാണ് നമ്മൾ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള മൃഗങ്ങൾ, ഉദാഹരണത്തിന് ജിറാഫ്, സീബ്ര, അനാക്കോണ്ട, ആഫ്രിക്കൻ പക്ഷികൾ, ഇങ്ങനെയുള്ള 23 ഇനം മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരാൻ നമ്മൾ 12 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. 4 കോടി അഡ്വാൻസായി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ അരുമ മൃഗങ്ങൾക്ക് മാത്രമായിട്ടുള്ള പെറ്റ് സൂ വരുന്നുണ്ട്. അതിൻ്റെ തറക്കല്ലിട്ടു. മാർച്ചിലാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് മെയ് മാസത്തിലേക്ക് തീർക്കാൻ പോകുന്നത്. പെറ്റിംഗ് സൂ വരുന്നു, വെർച്വൽ സൂ വരുന്നു, അവിടെ മാനുകൾക്ക് മാത്രമായിട്ടൊരു സഫാരി പാർക്ക് വരുന്നു. ഇങ്ങനെ ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റുന്ന ആംബിയൻസോട് കൂടിയിട്ടുള്ള, നമുക്ക് അവിടെ പോയാൽ ഉദാഹരണത്തിന് കടുവയുടെ ഇടത്ത് കേവിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 6 കടുവകളുണ്ട്. പക്ഷെ 6 കടുവയെ ഒരുമിച്ച് പ്രദർശിപ്പിക്കാൻ പറ്റില്ല. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒറ്റ കടുവയ്ക്കേ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ കടുവകളെ ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് പൂർണ്ണമായും കാടിൻ്റെ നടുവിൽ പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ എങ്ങനെ ഒരു പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയിൽ മൃഗങ്ങൾ ജീവിക്കുന്നു എന്ന് മനുഷ്യൻ അകലെ നിന്ന് നോക്കി കാണാൻ പറ്റുന്ന ഒരു പ്രകൃതി പഠനശാലയാണത്. ഒരുപാട് ആകർഷക ഘടകങ്ങളോടെ പുത്തൂർ ലോകത്തിൻ്റെ മുമ്പിൽ ഗ്രാമവിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു നഗരമായി മാറും. 50 ലക്ഷം പേർ 2 വർഷക്കാലത്തിനുള്ളിൽ ഓരോ വർഷവും അവിടെ വന്നു ചേരാവുന്ന വിധത്തിൽ അത് ഡെവലപ്പ് ചെയ്താൽ നവീകരണത്തിൻ്റെ പുതിയ ആശയങ്ങളുമായി കേരളം മുഴുവൻ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി സുവോളജിക്കൽ പാർക്ക് മാറും. ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അതിന് ബാലാരിഷ്ടതകൾ ഉണ്ടാകും, അത് വികസിക്കാനും അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കിടക്കാനും. പക്ഷേ അതെല്ലാ ദിവസവും നവീകരിക്കപ്പെട്ട് അസാമാന്യമായിട്ടുള്ളൊരു അനുഭവമായി മാറും എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാര്യം. ഒല്ലൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ രംഗത്ത് അങ്ങേക്ക് എത്രത്തോളം ശ്രദ്ധയൂന്നാൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ചില മേഖലകൾ വിദ്യാഭ്യാസവും കൃഷിയും റോഡും ഒക്കെയാണ്. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ ശ്രദ്ധ നമ്മൾ കൊടുത്തത്, വലിയ ഇടപെടലാണ് അതിൻ്റെ ഭാഗമായിട്ട്. 42 സ്കൂളുകളുണ്ട്. 42 സ്കൂളുകളിലും MLA ഫണ്ടോ സർക്കാർ ഫണ്ടോ എത്താത്തതില്ല. സർക്കാർ സ്കൂളുകളിൽ 1 കോടി രൂപ മുതൽ ഇപ്പോൾ പുത്തൂരിലെ നിങ്ങളെടുത്താൽ 21 കോടി വരെയാണ് നമ്മൾ കൊടുത്തത്. അതിൻ്റെ സ്റ്റേഡിയമായി, LP സ്കൂളായി, ഹൈസ്കൂളായി, ഹയർ സെക്കൻഡറി സ്കൂളായി, ഊട്ടുവരെയായി, ലൈബ്രറിയായി, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്കൂളുകളിൽ 1 കോടി മുതൽ 21 കോടി രൂപ വരെ എല്ലാ വിദ്യാലയങ്ങളിലും ഏതെങ്കിലും വിധത്തിൽ MLA ഫണ്ടുകൾ ചിലവഴിക്കുക. നമ്മുടെ മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് പോളിടെക്നിക്കാണ്. ആ പോളിടെക്നിക്കിന് 35 കോടി രൂപയാണ്, വനിതകളുടെ മാത്രമായിട്ടുള്ള നെടുപുഴ പോളിടെക്നിക്ക്. നമ്മുടെ മണ്ഡലത്തിലെ 2 ITഐകൾ, ഒന്ന് നെടുപുഴയിലും മറ്റൊന്ന് നടത്തറയിലും, രണ്ടും പുതിയ കെട്ടിടങ്ങളിലേക്ക്. ഇതിന് പുറമെ പുതിയ ഒരു ITഐ പീച്ചിയിൽ ആരംഭിച്ചു. 7 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. 15 കോടി രൂപ കൂടി അതിന് പുതിയ ബഡ്ജറ്റിലൂടെ മാറ്റിവെക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ഇങ്ങനെ നമ്മുടെ ITഐകളിൽ പോളിടെക്നിക്കിൽ, ഒല്ലൂരിലെ ഗവൺമെൻറ് കോളേജ് മുളയത്തേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടന്ന് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ ചെലവഴിക്കപ്പെടുന്ന ഒരു സംഖ്യയും എക്സ്പെൻഡിച്ചറല്ല, അത് നവകേരളത്തിൻ്റെ നിർമ്മാണത്തിലെ ഒരു മൂലധന നിക്ഷേപമാണ്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ശ്രീധരി പാലം ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട്. അപ്പോഴും ഈ ഒല്ലൂർ സെൻറ്റർ വികസനം ബാക്കി നിൽക്കുന്നുണ്ട്. ആ ദിശയിലുള്ള മുന്നേറ്റം എത്രത്തോളം ഇപ്പോൾ നിൽക്കുന്നുണ്ട്? നമ്മുടെ മണ്ഡലത്തിലെ ഏതാണ്ട് ഒരു 10-11 കിലോമീറ്റർ ഒഴികെ ബാക്കി എല്ലാ PWD റോഡുകളും BMBC ആകുകയോ BMBC ആകാനുള്ള പണം നിക്ഷേപിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുകയോ ചെയ്യാൻ പറ്റി. 15 മീറ്റർ വീതിയിലാണ് കുട്ടനെല്ലൂർ മുതൽ പയ്യപ്പള്ളി മൂല വരെയുള്ള റോഡ് തയ്യാറായത്. ഈ പഞ്ചായത്തിൽ തന്നെ പീച്ചി വാഴാനി ടൂറിസ്റ്റ് കോറിഡോർ, മുടിക്കോട് മുതൽ കരിമത്ര വരെയുള്ള റോഡ്, എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിൻ്റെ തരത്തിലാണ് പൊങ്ങണങ്കാട് മുതൽ
കരുമാത്ര വരെയുള്ള റോഡ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇപ്പുറത്തെ പോർഷനും നടന്നു തുടങ്ങി. പീച്ചി റോട്ടിൽ നിന്ന് വെലങ്ങന്നൂരിലേക്കുള്ള മലയോര ഹൈവേ അതിമനോഹരമായിട്ടുള്ള ഒന്നാണ്. ഞങ്ങൾ വരുമ്പോൾ ശ്രീധരി പാലം 3 മീറ്ററിൽ 2 ആൾക്ക് ഒരുമിച്ച് നടത്താൻ, ഒരു വഴിക്ക് നടക്കാൻ മാത്രം പറ്റുന്ന, ബൈക്ക് മാത്രം ഓടിക്കാം, പക്ഷെ ഓടിച്ചാൽ തന്നെ ഇളകുന്ന ഒരു പാലമായിരുന്നു. അതിപ്പോൾ 11.5 മീറ്റർ വീതിയിൽ ഏതാണ്ട് 1 കിലോമീറ്ററോളം അനുബന്ധ റോഡോടെ ശ്രീധരിപ്പാലം ഈ നാട് കണ്ട ഏറ്റവും വലിയ സംഭാവനകളിലൊന്നായി. നെടുപുഴയിൽ പുതിയ മേൽപ്പാലം, അതിൻ്റെ നടപടിക്രമങ്ങൾ ആലോചിച്ചു, ഫൈലിംഗ് തുടങ്ങി, 13 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുത്തു. നെടുപുഴയിലെ മേൽപ്പാലം അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യം ഒല്ലൂർ സെൻട്രൽ വികസനമായിരുന്നു. ഒല്ലൂർ സെൻറ്ററിൻ്റെ ഭൂമി ഏറ്റെടുക്കാൻ 55 കോടി 17 ലക്ഷം രൂപ നേരത്തെ ഒല്ലൂർ സെൻട്രൽ വികസനത്തിൻ്റെ ഹെഡിൽ കിട്ടിയിരുന്നു. അതിൽ 54 കോടി 10 ലക്ഷം രൂപ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വരുമെന്ന് നമ്മൾ കണ്ടു. ഭൂമി ഏറ്റെടുക്കലിൻ്റെ അവസാനത്തെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അതോടൊപ്പം തന്നെ ഭൂമി ഏറ്റെടുത്താൽ പണിയേണ്ട റോഡിൻ്റെ കാശും കിട്ടി. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെയും ഇലക്ട്രിസിറ്റിയുടെയും കൂടി എസ്റ്റിമേറ്റ് കിട്ടിയാൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ TS ആക്കി ടെൻഡറിലേക്ക് കിടക്കാൻ പറ്റും. ഒല്ലൂർ സെൻട്രൽ വികസനം എത്രയോ കാലങ്ങളായി പുറമ്പോക്ക് ഒഴിവാക്കലും ചില കെട്ടിടങ്ങൾ ബോധപൂർവം തട്ടിക്കളയിലുമൊക്കെയായി ഇങ്ങനെ ഒരു ആശ കൊടുക്കുന്ന ഒന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമായി. പണം കൈമാറുകയാണ്, ഭൂമി ഏറ്റെടുക്കുകയാണ്. നഷ്ടപരിഹാരം എന്ന നിലയിൽ വ്യാപാരികൾക്ക്, കട നടത്തുന്നവർക്ക്, ഭൂമിയുടെ ഉടമസ്ഥർക്ക്, അവിടെ കച്ചവടം നടത്തുന്നവർക്ക് വരെ അത് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും. ആരോഗ്യമേഖലയെ സ്പർശിക്കാതെ പോകാൻ പറ്റില്ല. കാരണം ധാരാളം പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒല്ലൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ അതിൽ എത്രത്തോളം അങ്ങേക്ക് ശ്രദ്ധയൊന്നും കഴിഞ്ഞിട്ടുണ്ട്? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ PHCകളും നേരത്തെ ഉണ്ടായിരുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. ഒരു മണ്ഡലത്തിലെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയ ആദ്യ മണ്ഡലമാണ് ഒല്ലൂർ നിയോജക മണ്ഡലം. മണ്ഡലങ്ങളിൽ ഒന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് വാണിയമ്പാറയിലാകട്ടെ, പട്ടിക്കാടാകട്ടെ, ഇവിടെ മാടക്കത്രയിലെ കരുവാങ്കാടാകട്ടെ, നടത്തറയിലാകട്ടെ, പുത്തൂരിലാകട്ടെ, നെടുപുഴയിലെ ആകട്ടെ, ഒല്ലൂരിലും പിന്നെ തോട്ടപ്പള്ളിയിലും അല്ല നമ്മുടെ പിന്നെ വെള്ളാനിക്കരയിലുമുള്ള CHSകളാകട്ടെ, എല്ലായിടത്തും 1 കോടി മുതൽ 5 കോടി രൂപ വരെയുള്ള പണം കൊടുത്ത് ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്താനായി എന്ന ആത്മവിശ്വാസവും സന്തോഷവും ഉണ്ട്. ഇപ്പോൾ വെള്ളാനിക്കര CHSക്ക് 47 സെൻറ്റ് സ്ഥലം കാർഷിക സർവകലാശാലയിൽ നിന്ന് സംഘടിപ്പിക്കാൻ നമുക്കായി. അവിടെ ഇനി നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ജനപ്രതിയെ സംബന്ധിച്ച് റോഡും അടിസ്ഥാന സൗകര്യവും കുടിവെള്ളവും ഒക്കെ പ്രധാനമൊക്കെ ആണെങ്കിൽ പോലും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ ഒപ്പം നിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ തന്നെയാണ്. അത്തരം ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ അങ്ങേക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ടോ? വലിയ സംതൃപ്തി. പ്രത്യേകിച്ച് ഞങ്ങൾ വരുന്ന കാലം മുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് ഒളകരയിലെ ആദിവാസി ഊരിൽ 44 കുടുംബങ്ങൾക്ക് പട്ടയം. ഏതാണ്ട് പീച്ചി റിസർവോയർ ഉണ്ടാക്കുന്ന കാലത്ത്, ഡാം ഉണ്ടാക്കുന്ന കാലത്ത് അവിടുത്തെ റിസർവോയറിൽ നിന്ന് മർദ്ദിച്ച് ആട്ടി ഓടിച്ച ഒരു ജനവിഭാഗമാണ് സ്വന്തമായൊരു വീടിനൊരു ശൗചാലയം പോലും ഇല്ലാത്ത വിധത്തിൽ ഒറ്റപ്പെട്ട് സ്വന്തമായി കൃഷി ചെയ്യാൻ ഭൂമിയില്ലാതെ, ഭൂമിയിൽ തങ്ങളുടെ ഭൂമിയെന്ന് അവകാശപ്പെടുന്ന ഭൂമിയിൽ കൃഷി ചെയ്താൽ വാർഷിക വിളകളല്ലാതെ മറ്റെല്ലാം ഫോറസ്റ്റ് തിന്നിങ് നടത്തി വെട്ടി നശിപ്പിച്ച് അതിൻ്റെ എല്ലാം ദുരന്ത ഫലങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഒളകര. ഞാൻ വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ വോട്ടെടുപ്പിൽ പോലും പങ്കെടുക്കാത്ത വിധത്തിൽ ബഹിഷ്കരിച്ച് പിന്നെ വലിയ സമരങ്ങൾ, ജയിൽവാസങ്ങൾ, മർദ്ദനങ്ങളൊക്കെ അനുഭവിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് 44 കുടുംബങ്ങൾക്കും 1.5 ഏക്കർ ഭൂമി സ്വന്തമാക്കി കൊടുക്കാനായി എന്നുള്ളത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 8 ഉന്നതികൾ 1 കോടി രൂപയും 2 കോടി രൂപയും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് നമുക്ക് മനോഹരങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞു. മണിയൻകിണറിലേക്കും ഒളകരയിലേക്കും 3 കോടിയും 2 കോടി രൂപയും ചെലവഴിച്ചുകൊണ്ട് അവിടേക്കുള്ള റോഡ് പോകുന്നത് 44 കുടുംബങ്ങൾക്കാണ്, 52 കുടുംബങ്ങൾക്കാണ് എന്നൊക്കെ ആളുകൾ പറയുമെങ്കിലും അവരാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പരിഗണനയും അർഹിക്കേണ്ട മനുഷ്യർ എന്ന കാഴ്ചപ്പാടോടെ അവർക്കത് കൊടുക്കാനായി. എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നാം ചെലവഴിക്കുന്ന സംഖ്യയുടെ കണക്ക് പറയാൻ പാടില്ലാത്ത വിധം സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്താൻ പാടില്ലാത്ത ജനതയെ
മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ചുമതലയാണ്, അത് അവരുടെ അവകാശം കൂടിയാണ്. ഭാവി തലമുറയെ മുന്നിൽ കണ്ടുള്ള വികസന പ്രവർത്തനമാണ് എപ്പോഴും നാടിനാവശ്യം. അവരുടെ കാഴ്ചപ്പാടുകളിലൊക്കെ മാറ്റം വരികയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു കാലഘട്ടമാണ്. പരമ്പരാഗത രീതിയിലുള്ള സമര രൂപങ്ങൾക്കൊക്കെ യുവാക്കൾക്കിടയിൽ എത്രത്തോളം പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് വ്യക്തിപരമായ സംശയമുണ്ട്. അങ്ങേക്ക് വേറെ അഭിപ്രായം ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും അത്തരം തലമുറയുടെ കാഴ്ചപ്പാടുകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമൃദ്ധമായ ഒല്ലൂരിന് വേണ്ടി ഭാവി മുന്നിൽ കണ്ട് അങ്ങയുടെ മനസ്സിലുള്ള ഒരു ഒല്ലൂരിനെ കുറിച്ചുള്ള ഭാവി കാഴ്ചപ്പാട് എന്താണ്? ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒല്ലൂർ നിയോജക മണ്ഡലം 10 വർഷക്കാലം മുമ്പ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ടൂറിസ്റ്റ് കോറിഡോർ ഉണ്ടാക്കും, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതിപ്പോൾ യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു പോർഷനാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക്. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ പ്രാദേശിക നിവാസികൾക്ക് ജോലി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് ഇനി യഥാർത്ഥ വികസനം നടത്താൻ പോകുന്നത്. ആ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് 50 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് കൊണ്ടുപോകാൻ ഒരു മൊമെൻറ്റോ, ഒരു സുവനീർ. ഇപ്പോൾ ഗുരുവായൂരിൽ പോയാൽ അമ്പലത്തിൽ നിന്നൊരു മോതിരം മേടിക്കുന്നത് പോലെ, വേളാങ്കണ്ണിയിൽ നിന്നൊരു കൊന്ത മേടിക്കുന്നത് പോലെ, ഏതെല്ലാം പിന്നെ ടൂറിസ്റ്റ് മേഖലയിൽ പോകുന്നുവോ അവിടെ നിന്നെല്ലാം ഓർമ്മിക്കാൻ പറ്റുമെന്ന് മേടിക്കുന്നത് പോലെ ഈ വരുന്ന മനുഷ്യർ മുഴുവൻ ഒരു മൊമെൻറ്റോ മേടിക്കണമെങ്കിൽ അത് പുത്തൂരുണ്ടാക്കണം, ഭക്ഷണം അവർക്ക് ഉണ്ടാക്കണം, അവിടെ അവരെ താമസിപ്പിക്കണം, അതുമായി ബന്ധപ്പെട്ട മറ്റ് സംവിധാനങ്ങൾ അവർക്കുണ്ടാകണം. യഥാർത്ഥത്തിൽ പുത്തൂരൊരു ടൂറിസ്റ്റ് വില്ലേജാക്കി മാറ്റണം എന്നാണ് എൻ്റെ ആശയം. PC തോമസ് മാഷ് ഉണ്ടായിരുന്ന കാലത്ത് തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഒരു സംഭവം 5000-ഓളം കുടുംബങ്ങൾ ഹോം സ്റ്റേകൾ നടത്തി അതിൻ്റെ പണം കൊണ്ട് ജീവിച്ച അനുഭവങ്ങളുണ്ട്. നമുക്ക് അത് പുത്തൂരിലും ആലോചിക്കാവുന്നതാണ്. നമുക്ക് സുവോളജിക്കൽ പാർക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഗൈഡുകളെയും അവിടെ നിന്ന് എടുക്കാം. സെൽഫി പോയിന്റുകളിലെ ഫോട്ടോഗ്രാഫർമാരെ അവിടെ നിന്ന് എടുക്കാം. അവരുടെ കയ്യിൽ വാഹനങ്ങളുണ്ടെങ്കിൽ, പുത്തൂരിലെ ഓരോരുത്തരുടെയും കയ്യിൽ വാഹനങ്ങളുണ്ടെങ്കിൽ അതൊരു ടൂറിസ്റ്റ് വാഹനമായി കണ്ട് അവരുടെ യാത്രയ്ക്ക് സൗകര്യമൊരുക്കാം. ചോച്ചേരിക്കുന്നും പുത്തൂർ ഫൊറോന പള്ളിയും പിന്നെ മാലാകപ്പള്ളിയും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു പിൽഗ്രീം ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കാം. ഇതിനേക്കാളെല്ലാം ഉപരിയായി ഈ ടൂറിസ്റ്റ് കോറിഡോറിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടാവുകയാണ്. അതിലൊന്ന് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക്, 2 പീച്ചി 359 കോടി രൂപയുടെ പ്രോജക്റ്റാണ് കിഫ്ബിയും PPPയും CSRുമായിട്ട് ഉണ്ടാക്കിയത്. അതിൻ്റെ DPR തയ്യാറാക്കാൻ മാത്രം 1 കോടി രൂപ ഇപ്പോൾ ഗവൺമെൻറ് മാറ്റിവെച്ചു. പീച്ചി അതിനോട് ചേർന്നൊരു പുതിയ ഡാം കൂടി ഉണ്ടാക്കി, ഒരപ്പംകെട്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കച്ചിത്തോട്, ഇതിനിടയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും വെറ്റിനറി യൂണിവേഴ്സിറ്റിയും ഫാം ടൂറിസത്തിൻ്റെ കേന്ദ്രങ്ങൾ. ഇതിനെ പൂർണ്ണമായിട്ടും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ നമുക്ക് പറ്റിയാൽ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ തൊഴിലെന്ന പ്രശ്നത്തെ യഥാർത്ഥത്തിൽ അഭിസംബോധന ചെയ്യാൻ പറ്റുന്നൊരു പുതിയ മേഖല തുറന്നു വരികയാണ്. അതോടൊപ്പം നമ്മുടെ ഈ ഒല്ലൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാർഷിക മേഖലയാണ്, മലയോര വിളകളുടെ ഒരു കേന്ദ്രമാണ്. അവർക്കൊരു പുരോഗതി ഉണ്ടാക്കണമെങ്കിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങളെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനം വേണം. ഇവിടെയുണ്ട് OKS, ഒല്ലൂർ കൃഷി സമൃദ്ധി. ഞാൻ തന്നെ MLA ആയിരിക്കുന്ന കാലത്ത് ആരംഭിച്ചതാണ്. ഒല്ലൂർ കൃഷി സമൃദ്ധിയിലൂടെ പച്ചക്കറിയുടെ സംഭരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള കേന്ദ്രം, ഇങ്ങനെ 49 കൃഷിക്കൂട്ടങ്ങൾ ഈ മണ്ഡലത്തിനകത്ത് രൂപീകരിച്ചിട്ടുണ്ട്. ആ കൃഷിക്കൂട്ടങ്ങളുടെ വിളകളെ, ഇപ്പോൾ ഉദാഹരണത്തിന് ചേരുംകുഴിയിലെ ജ്വാല, അത് കൈപ്പയ്ക്ക ചീഞ്ഞു പോകുന്നൊരു കാലത്ത് ഞങ്ങൾ ആലോചിച്ചൊരു പദ്ധതിയാണ്. കൈപ്പയ്ക്ക ടൺ കണക്കിന് ചീഞ്ഞു പോവുകയാണ്, മാറ്റാനൊരു വഴിയില്ല. അങ്ങനെ അവരോട് ഒരു കൊച്ചു ഡ്രയർ മേടിച്ച് പിന്നെ കൈപ്പയ്ക്ക ഉണക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലോൺ കൃഷി വകുപ്പിൽ നിന്ന് നമ്മൾ സാധ്യമാക്കി കൊടുത്തു. അവർ കൈപ്പക്കയിലെ വ്യത്യസ്തങ്ങളായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, അതിൻ്റെ കൊണ്ടാട്ടവും അതിൻ്റെ മുറുക്കും ഒക്കെ അടക്കമുണ്ടാക്കി. ഇപ്പോൾ അത് കുടുംബശ്രീയുടെ ഇനാം കൂടിയായി കൂട്ടിയോജിപ്പിച്ച് കേരളം മുഴുവൻ കുടുംബശ്രീ ഇനാമിലൂടെ വിതരണം ചെയ്യുന്ന പിന്നെ 30 ഇനങ്ങളിലൊന്നായി ചേരുംകുഴിയിലെ ജ്വാല മാറി. ഇത് തന്നെയാണ് OKS ഒല്ലൂർ കൃഷി സമൃദ്ധിയുടെ ഭാഗമായിട്ട് മുരിങ്ങയുടെ 4 പ്രൊഡക്റ്റുകൾ. ഇന്ന് നിങ്ങൾ ദുബായിൽ പോയാൽ, നിങ്ങൾ ഷാർജയിൽ പോയാൽ, അബുദാബിയിൽ പോയാൽ അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ ഒല്ലൂർ കൃഷി സമൃദ്ധി എന്നെഴുതിയ മുരിങ്ങയുടെ പൗഡറ്, മുരിങ്ങയുടെ സൂപ്പ്, മുരിങ്ങയുടെ പുട്ടുപൊടി നിങ്ങൾക്ക് അവിടെ മേടിക്കാൻ പറ്റും. അപ്പോൾ കൃഷി സമൃദ്ധിയിലൂടെ കർഷകർക്ക് സമൃദ്ധമായിട്ടുള്ളൊരു കാലം ഉണ്ടാക്കി കൊടുക്കുക, മലയോര കർഷകർക്ക് പട്ടയം കൊടുക്കുക, അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുക, അവരുടെ വിളകൾക്ക് വിലയുണ്ടാക്കാൻ കൃഷി സമൃദ്ധി ഉണ്ടാവുക, അവിടെ എത്തിച്ചേരുന്ന മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ ഒല്ലൂരിൻ്റെ ടൂറിസം സാധ്യതകൾ ഉണ്ടാവുക, ടൂറിസം സാധ്യതയുള്ള വഴിയിലേക്ക് പോകാൻ എല്ലാ വഴികളും BMBC ആക്കുക.
ഇപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ആളുകൾ പുത്തൂരിലൂടെ മാത്രം വന്നാൽ പോരാന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അവർ വെലങ്ങന്നൂർ മാന്നാമംഗലം മരവട്ടിച്ചാൽ വഴി വരണം, അവർ ചിമ്മിനി ഡാമിൽ നിന്ന് വല്ലൂർ വഴി വരണം, അവർ നടത്തറയിൽ നിന്ന് വലക്കാവ് വഴി വരണം. എങ്കിലേ ഈ വഴികളിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വിപണിയും വ്യാപാരവും ഒന്ന് ഉയർന്ന് പോകാൻ പറ്റൂ, അവരുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാത്രമല്ല, അവിടുത്തെ പെട്രോൾ പമ്പിനോട് ചേർന്ന് രവിയേട്ടൻ്റെ പറമ്പിൽ സ്നോ വേൾഡ് അവർ നിർമ്മാണം ആരംഭിച്ചു. ഒരു 3 മാസം കഴിഞ്ഞാൽ മഞ്ഞിൽ കളിക്കുന്ന ഹൈദരാബാദിലെ സ്നോ വേൾഡ് ഇവിടെ നിങ്ങൾക്ക് ഈ പുത്തൂരിൽ കാണാം. അപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം വരുമ്പോൾ അതിനനുബന്ധമായി ഇനി ഒരുപാട് സംവിധാനങ്ങൾ വരും. അവിടെ പറ്റുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ സ്ഥലം അന്വേഷിച്ചുകൊണ്ടൊരു സംഘം അവിടെ വന്നിരുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിനോട് ചേർന്ന് ഒരു 10 ഏക്കർ സ്ഥലത്ത് ഒരു A ക്ലാസ് സ്റ്റേഡിയം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ വരുമ്പോൾ ആ ഡെസ്റ്റിനേഷൻ മാത്രമല്ല, അതിനനുബന്ധമായിട്ടുള്ള ഒരുപാട് സാധ്യതകളിലൂടെ നമ്മുടെ നാടിന് പോകാൻ പറ്റുന്നു എന്നുള്ള ഒരു ദീർഘവീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സമ്പത്ത്. അത്തരം ദീർഘവീക്ഷണത്തോടെ ഒല്ലൂർ എന്ന ഈ മണ്ഡലം കൂടുതൽ കൂടുതൽ സമൃദ്ധിയിലേക്ക് പോകട്ടെ. അതിന് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് കരുതാം.